ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവെൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടെന്നോടൊന്നും എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. നഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. ലോകസുഖമെന്തു തരും? ആത്മക്ലേശമതിൻ ഫലം. സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു. സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു. ജീവനത്തിൻ വമ്പു വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട. കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി. കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ
നിറം മാത്രം മതി. എനിക്കെന്തു സുഖം തേജസ്സേറും ഖേറൂബുകൾ കൂടാരത്തിനകത്തുണ്ട്. ഷെക്കീനായും ഉണ്ടവിടെ. കൂടാരത്തിനകത്തുണ്ട്. ഷെക്കീനായും ഉണ്ടവിടെ. ഭക്തന്മാരാം സഹോദര വിളക്കുപോൽ കൂടെയുണ്ട്. പ്രാർത്ഥനയിൻ ധൂപമുണ്ട്. മേശമേലൻ്റപ്പമുണ്ട്. പ്രാർത്ഥനയിൻ ധൂപമുണ്ട്. മേശമേലൻ്റപ്പമുണ്ട്. പ്രാകാരത്തിലെൻ്റെ മുമ്പിൽ യേശുവിനെ കാണുന്നു ഞാൻ. യാഗപീഠമവനത്രേ എന്നുമെൻ്റെ രക്ഷയവൻ. യാഗപീഠമവനത്രേ എന്നുമെൻ്റെ രക്ഷയവൻ. ദിനം തോറും പുതുക്കുന്ന ശക്തി എന്നിൽ പകരുവാൻ സ്വച്ഛജലം വെച്ചിട്ടുള്ള പിത്തളത്തൊട്ടിയുമുണ്ട്. സ്വച്ഛജലം വെച്ചിട്ടുള്ള പിത്തളത്തൊട്ടിയുമുണ്ട്.
ദുഃഖത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല. എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. ശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ സ്നേഹമേറിയിടുമൻ രക്ഷകൻ സന്നിധോ ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ. ാൽ തിങ്ങി ആശ്ചര്യമോടവർ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുന്നു. തങ്കത്തിരുമുഖം കാൺമാൻ കൊതിച്ചവർ ഉല്ലാസമോടിതാ നോക്കിയിടുന്നു. തന്മക്കളിൻ കണ്ണുനീരെല്ലാം താതൻ താനെന്നേക്കുമായി തുടച്ചീതല്ലോ. പൊൻവീണകൾ ധരിച്ചാമോദപൂർണരായി കർത്താവിനെ സ്തുതി ചെയ്യുന്നവർ കുഞ്ഞാട്ടിൻ്റെ രക്തം തന്നിൽ തങ്ങളങ്കി നന്നായി വീളുപ്പിച്ച കൂട്ടരീറ പൂർണ്ണ വിശുദ്ധരായി തീർന്നവർ യേശുവിൻ തങ്കരുധീരത്തിൻ ശക്തിയാലേ.
കിരീടങ്ങൾ തങ്ങൾ ശിരസിന്മേൽ വെണ്ണീലയങ്കി ധരിച്ചോരിവർ കയ്യിൽ കുരുത്തോല ഏന്തിയിട്ടവർ സ്തുതി പാടിയിട്ടാനന്ദമോടാർത്തിയിടുന്നു. ചേർന്നിടുമേ വേഗം ഞാനും ആ കൂട്ടത്തിൽ ശുദ്ധരോടൊന്നിച്ചങ്ങാനന്ദിപ്പാൻ. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എൻ്റെ നാഥൻ്റെ സന്നിധോ ചേർന്നാൽ മതി. കർത്താവേ, വിശ്വാസപ്പോരിൽ തോൽക്കാതെന്നെ അവസാനത്തോളം നീ നിർത്തേണമേ. ആകാശമേഘത്തിൽ കാഹളനാദത്തിൽ അടിയാനും നിൻ മുമ്പിൽ കാണേണമേ. ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ. സ്നേഹമേറിയിടുമൻ രക്ഷകൻ സന്നിധോ ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ.
പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ബന്ധുമിത്രാദികളെ, നമ്മളൊക്കെ ഇന്ന് ഈ ഭവനത്തിൽ കൂടിയിരിക്കുന്നത് കഴിഞ്ഞ 26 വർഷക്കാലം നമ്മളോടൊപ്പം ഈ ഭൂമിയിൽ കുഞ്ഞായി, മകളായി, അമ്മയായി, വല്യമ്മച്ചിയായി ജീവിച്ച നമ്മുടെ അമ്മാമ്മയെ വളരെ മംഗളമായി യാത്രയയക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുമ്പോൾ. വളരെ വേദനാപൂർവമാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം ഞങ്ങളെല്ലാവരും, പ്രത്യേകിച്ചും നാട്ടിൽ അടൂരും മണക്കാലയും മഞ്ഞക്കാലയും പത്തനാപുരവും ഒക്കെ ഉള്ള കുടുംബാംഗങ്ങൾ വളരെ വേദനയോടെയാണ് ഈ ഭവനത്തിൽ എത്തിയിരിക്കുന്നത്. കാരണം ഞങ്ങളുടെ നാട്ടിൽ ചെറുതും വലുതുമായ ഏതൊരു ആവശ്യങ്ങൾ, പ്രത്യേകിച്ചും ഈ കുടുംബാംഗങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമോൻ ശയനും അമ്മാമ്മയും ഒപ്പം എല്ലാ കുടുംബാംഗങ്ങളും ഞങ്ങളുടെ ഭവനങ്ങളിലെ ഓരോ കാര്യങ്ങൾക്കും അവർ വന്ന് ബന്ധപ്പെടുന്നവരാണ്. പ്രത്യേകിച്ചും അമ്മാമ്മയുടെ ഈ യാത്രയപ്പ് പ്രതീസായുടെ ഇമ്പങ്ങളുടെ പ്രതീസായി മാലാഹമാരോടൊപ്പം, കത്തിച്ച മെഴുകുതിരികൾ ഒന്നുമായിരിക്കുന്ന മാലാഹമാരോടൊപ്പം അമ്മാമ്മയുടെ അമ്മാമ്മ അവിടെ ഞങ്ങൾക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ഒരാൾ കൂടി സ്വർഗത്തിലെ ഇമ്പങ്ങളിൽ, പരദീസയിലെ ഇമ്പങ്ങളിൽ ഇരുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അമ്മാമ്മയും നൽകട്ടെ. പുറകാലം നമുക്ക് ഓരോരുത്തർക്കും പോകാം, അവിടെ വെച്ച് കാണാം. പ്രത്യേകിച്ചും എനിക്ക് ഈ പറയുവാനുള്ളത്, അമ്മാമ്മയുടെ ഈ വേർപാടിൽ ഞങ്ങളുടെ പത്തനാപുരത്തിന്റെയും അടൂരിന്റെയും എല്ലാ അനുശോചനങ്ങളും അറിയിക്കുന്നു. അവസരം തന്ന വികാരി അച്ഛനോടും ഉള്ള നന്ദി അറിയിച്ചുകൊണ്ട് അനുശോചന വാക്കുകൾ നിർത്തുന്നു. വൈദിക ശ്രേഷ്ഠരെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ദുഃഖാർത്ഥരായ ബന്ധുജനങ്ങൾ, മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ള നാട്ടുകാരെ, ഈ അമ്മച്ചിയുടെ വേർപാടിൽ ദുഃഖവും അനുശോചനവും അറിയിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. 66-67 വയസ്സ് ഈ ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യന്റെ ഒരു പ്രായമല്ല. കാരണം 80 വയസ്സിലും 90 വയസ്സിലും ഒക്കെ അടുത്ത കാലത്ത് നമ്മൾ കണ്ടു രാഷ്ട്രീയ നേതാവ് 100 വയസ്സ് പിന്നിട്ട് കാഴ്ച നമ്മൾ കണ്ടു. അപ്പോ സങ്കീർത്തനത്തിലെ വചനം 70 ഏറിയാൽ 80 അത്ര പോലും എത്തിയിട്ടില്ല. ജ്ഞാനപ്പാനയിലെ ഒരു വാക്കാണ്, പാലയുമാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്. കൂടെയല്ല ജനിക്കുന്ന നേരത്തും കൂടെയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിപ്പത് എന്ത് നാം വ്യഥ. അതാണ് ഇപ്പൊ ലോകം. നമ്മൾ വെട്ടിപ്പിടിക്കാനും സമ്പാദിച്ചു കൂട്ടാനും ഒക്കെ വലിയ വ്യഗ്രതയും പോരാട്ടവും ഒക്കെ നടക്കുമ്പോൾ ഏറ്റവും അവസാനം ഈ പെട്ടിയുടെ സൈഡിൽ എഴുതിയിരിക്കുന്ന വചനം ഇന്ന് ഞാൻ നാളെ നീ. ഇതൊരു മുന്നറിയിപ്പാണ്. കാരണം ലോകത്തിലെ ഏക ശാശ്വത സത്യം അത് മരണമാണ്. ജനിച്ച എല്ലാ ജീവജാലങ്ങളും മരിച്ച് മതിയാവും. അത് ലോകത്തിന്റെ ഒരു സത്യമാണ്. അപ്പൊ പിന്നെ നമുക്കെന്താ ബാക്കി? നമ്മളൊരു അടയാളപ്പെടുത്തൽ ബാക്കിയായിട്ട് പോവുക. ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നല്ലത് ചെയ്ത്, നല്ലത് പ്രവർത്തിച്ച്, നല്ലതുപോലെ മക്കളെ വളർത്തി, അയൽവാസികൾക്കും എല്ലാവർക്കും നല്ലത് മാത്രം പറയാൻ ഇടം കൊടുക്കുക. അതാണ് ഒരു മർത്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജന്മത്തിലെ സാഫല്യം. ഞാൻ മനസ്സിലാക്കുന്നു, ലില്ലിക്കുട്ടി ചേച്ചി അല്ലെങ്കിൽ അന്നമ്മ ചേച്ചി തന്റെ 6.5 പതിറ്റാണ്ട് നീണ്ടുനിന്ന ജീവിതം അത് സഫലമായിട്ടാണ് കടന്നു പോകുന്നത്. ഒരുപക്ഷെ 10 വയസ്സോ 15 വയസ്സോ ഒക്കെ ജീവിക്കാം എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കും. പക്ഷെ നമ്മൾ തീരുമാനിക്കുന്നതല്ല. വിധി ഏവനും ലംഘിക്ക് കൂടും. അതാ കുമാരനാശാനാണ്. അപ്പോ അത് വിധി പോലെ വരും. പക്ഷെ വിധി പോലെ വരുമ്പോൾ ആ വിധിയെ കാത്തിരിക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ് ഓരോ മരണവും എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. എനിക്ക് ഈ കുടുംബവുമായിട്ടുള്ള ബന്ധം ശ്രീ ജോയ് കുന്നുകളാണ്. ചേച്ചിയും ഒക്കെ പരിചയപ്പെടാൻ ഇടയായിട്ടുണ്ട്. വളരെ അവിചാരിതമായ ഈ അമ്മച്ചിയുടെ മരണം, ആ മരണത്തിൽ ദുഃഖാർത്ഥരായ, ഇവിടെ മുമ്പ് അനുശോചനം അറിയിച്ചത് പറഞ്ഞതുപോലെ ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ. കാരണം ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മരണം ഒരു പുനർജന്മത്തിന്റെ യാത്ര തുടങ്ങുകയാണ്. ആത്മാവ് എന്നൊന്നുണ്ടെങ്കിൽ നിശ്ചയമായി അതിന് അതിൻ്റെതായ സ്ഥാനം സ്വർഗരാജ്യത്ത് ലഭിക്കട്ടെ
ഈ അമ്മച്ചിയുടെ ബന്ധുമിത്രാദികളുടെ കണ്ണീരിൽ പങ്കുചേരുന്നു. ഇവരുടെ മക്കളും സഹോദരന്മാരും കുടുംബാംഗങ്ങളും അവർക്കുണ്ടായിരിക്കുന്ന വേദനയിൽ പങ്കുചേർന്നുകൊണ്ട് അമ്മച്ചിയുടെ മരണത്തിലുള്ള ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നാടുന്നുണ്ട് കാണമേ ദൂരെ വിശ്വാസത്താൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടേ കാക്കവോ ശരണിടും പരിശുദ്ധരൂഹായ്ക്കും സ്തുതി. ആകാശവും ഭൂമി നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ നിനക്ക് സ്തുതി. ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ പിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവെ, തിരുവിഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ പ്രിയദാസിയെ ദാസിയുടെ ശുശ്രൂഷയുടെ ഈ സമയത്ത് നിന്റെ സന്ധിയിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളെ അപേക്ഷകളെ കൈക്കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധമായ ദൈവമേ, മൺമയനായ ആദാമിൻ മക്കൾക്കു പുനരുത്ഥാനം വാഗ്ദാനം തൻ കൃപയാലേ ചെയ്തവനാം മശിഹാ നാഥാ, നിന്റെ പുനരുത്ഥാനത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ആദാമിനുടെ സുതരായ മനുഷ്യരെല്ലാവരുടെയും ജീവമരണങ്ങളിന്മേലും അധികാരിയാമാശിഹായേ, നിൻ പ്രത്യക്ഷതയുടെ വലുതാം ദിവസത്തിൽ നീ അടിയാരെ അന്ത്യന്യായ വിസ്താരത്തിൽ പ്രവേശിപ്പിച്ചിടരുതേ. ഓരോ പ്രവർത്തിക്കൊത്തതുപോൽ പകരം നൽകും മശിഹായേ, കുറ്റങ്ങളെ നീ മായിച്ച് അന്യായങ്ങളെ കാഴുകേണമേ. മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തന്റെ സൃഷ്ടിയെ പുതുതാക്കുന്നവനുമായ മശിഹാ തമ്പുരാൻ തന്റെ മാതാവിന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും എന്നേക്കും യോഗ്യമായിരിക്കുന്നു. കർത്താവേ,
ഇല്ലായ്മയിൽ നിന്ന് സകലത്തെ നിർമ്മിച്ച് ഉണ്മയിലേക്ക് നീ വരുത്തി. നീ മനുഷ്യനെ സൃഷ്ടിച്ചു, രാജകീയമായ അവസ്ഥ കൊണ്ട് അവനെ ശ്രേഷ്ഠനാക്കി. നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായതിനെ ത്യജിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവന് കൊടുത്തു. വഞ്ചകനായവൻ മൂലം അവൻ കൽപ്പന ലംഘനത്തിനകപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള ബുദ്ധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കരുണകളുടെ പിതാവും സകല വിശ്വാസത്തിന്റെയും ദൈവമേ, അവനെ വഴിതെറ്റിനായ ശേഷം തള്ളിക്കളയാതെ സർവ്വലോകത്തിന്റെയും പരമവൈദ്യനായി നിന്റെ ഏകപുത്രനെ നീ അയച്ച് അവന്റെ മഹത്വമുള്ള മരണം കൊണ്ട് നീ മനുഷ്യനെ നീ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഈ പ്രിയദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ യാചിച്ചുകൊള്ളുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതനായ പുത്രൻ രണ്ടാമത് എഴുന്നള്ളി പ്രത്യക്ഷമാവുകയും നല്ലവരുടെയും ദുഷ്ടതയും പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിപകരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യം അവകാശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളിപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിന്റെ കൂടാരങ്ങളിൽ ചേർത്ത് കൊള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവരും നിന്റെ വിധികൾ എത്രയും സത്യമുള്ളവരുമാകുന്നുവെന്ന് ഇരുവിഭാഗക്കാർ ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോസ ഏറ്റ ഈ പ്രിയദാസിയെ ദൈവികമായ ശുശ്രൂഷകൾ സംബന്ധിച്ച് അവളും നിന്റെ ഏകപുത്രന്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചവളുമായ ഈ പ്രിയദാസിയെ ആഴമുള്ള പാതാളത്തിൽ കൈവിടുകപ്പെടുകയില്ലെന്നും കിട്ടുപോകാത്ത നിജ്വാലയിൽ വേദനപ്പെടുകയില്ലെന്നും കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നോണ്ട് ഞങ്ങളുടെ ജീവനെ നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിൽ നിന്നുമുള്ള പുറപ്പാടിന് ഒരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനം മുമ്പാകെയുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറുതിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെ എല്ലാവരെയും ഓർത്തുകൊള്ളണമേ. ആമേൻ. ഉയർപ്പും ജീവനും താനായിരിക്കുന്നവനും തന്നിൽ വിശ്വസിച്ചവർ മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്ന് തന്നിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ഒരു നാളും മരിക്കയില്ലെന്നും അളിച്ചിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ പിതാവായ ദൈവമേ, ദുഃഖിക്കേണ്ട ദേഹനാശത്തിങ്കൽ നിങ്ങളെ സൃഷ്ടിച്ചോ ദേഹത്തെ. പ്രിയപ്പെട്ട ലിലിക്കുട്ടി മാമയുടെ ധന്യമായിട്ടുള്ള ജീവിതത്തിനായി സ്തുതിക്കുന്നു. 66 വർഷക്കാലം ഈ ഭൂമി ധന്യമായിട്ടുള്ള ജീവിതം നയിപ്പാനായിട്ട് പ്രിയ മാതാവിനെ അവിടുന്ന് സഹായിച്ച എല്ലാ കൃപകൾക്കായി സ്തുതിക്കുന്ന കർത്താവ്, ജീവിതത്തിന്റെ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിലും രോഗങ്ങളുടെയും വേദനകളുടെയും ഒക്കെ നടുവിലും കർത്താവെ നീ കൂടെയുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധവുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും നിങ്ങളോടുകൂടിയും നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്നു. സകല ദോഷങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുമറച്ച് സകല നന്മകൾക്കും നിങ്ങളെ യോഗ്യതയുള്ളവരായി തീർക്കുമാറാകട്ടെ. ആമേൻ. പ്രിയരേ, നമ്മളീ ലോകത്തിൽ ഇനി കാണില്ല. പ്രിയരേ, നമ്മളീ ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ ഇപ്പോൾ കാണാം അവിടെ
നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമ കീർത്തനം പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതു പിന്നിൽ മനസാലുപേക്ഷിച്ച് പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതു പിന്നിൽ മനസാലുപേക്ഷിച്ച് പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ സ്നേഹിച്ചു എൻ കുറവുകളേതുമേ സഹിച്ചു എന്നെ നിങ്ങൾ ആഴമായി സ്നേഹിച്ചു എൻ കുറവുകളേതുമേ സഹിച്ചു ഞാൻ മൂലം നിങ്ങൾ നൊന്തതോർക്കുന്നു പ്രിയരേ ഇനി മാപ്പു നൽകണേ ഞാൻ മൂലം നിങ്ങൾ നൊന്തതോർക്കുന്നു പ്രിയരേ ഇനി മാപ്പു നൽകണേ പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ മരണം അത് നമുക്കൊരിക്കലും അറിയത്തില്ലാത്ത സമയത്ത് നിശ്ചയമായ ഒരു കാര്യമാണ്. കുടുംബാംഗങ്ങളെ, ആകസ്മികമായ ഒരു വേർപാടെന്ന് പറയുവാൻ ഒക്കുകയില്ലെങ്കിലും ഏറ്റവും ദുഃഖം ഘനീഭവിച്ചു നിൽക്കുന്ന മനസ്സും ആത്മാവ് ശരീരവുമായിട്ടാണ്
പ്രിയപ്പെട്ടവരെല്ലാവരും ഇവിടെ ഇപ്പോൾ ആയിരിക്കുന്നത്. ഈ ലോക ജീവിതം ദൈവം നിശ്ചയിച്ച സമയത്ത് അനുഗ്രഹകരമായി പൂർത്തീകരിച്ച് ഫലമേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വങ്ങളും ചുമതലകളെല്ലാം ഭംഗിയായി നിറവേറ്റി വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന് മരണം പ്രാപിച്ച ഒരു അമ്മയുടെ മരണാനന്തര ശുശ്രൂഷകളിലാണല്ലോ നാം പങ്കെടുക്കുന്നത്. ഞാൻ ഇന്നലെ ഭവനത്തിൽ എത്തിയിരുന്നു. അവിടെ പ്രാർത്ഥനകൾ നിർവഹിച്ചാണ് തിരികെ പോയത്. ഇന്ന് ശവസംസ്കാര സമയത്ത് ഞാൻ എത്തിക്കൊള്ളാമെന്ന് പ്രിയപ്പെട്ട ജയനോട് പറഞ്ഞിരുന്നു. ഞാൻ എത്തിയത് പ്രിയപ്പെട്ട ജയൻ കുരുളയുടെ ഇടവകയായിരിക്കുന്ന നെറ്റിത്തൊഴു സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ വികാരിയായി പ്രവർത്തിക്കുവാനും ഇവരുമായിട്ട് ഏറ്റവും സ്നേഹത്തോടെ പെരുമാറുവാനും അവസരം ലഭിച്ചു. ആ സ്നേഹബന്ധം ഞാൻ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല, ജയൻ കുരുവിള ഈ അമ്മയുടെ രണ്ടാമത്തെ മരുമകനാണല്ലോ. ഇടുക്കി ഭദ്രാസനത്തിന്റെ ആത്മീയ പ്രസ്ഥാനങ്ങൾക്കും അദ്ദേഹം നൽകിക്കൊണ്ടിരിക്കുന്നതായ സേവനങ്ങൾ വളരെയേറെ ശ്ലാഘനീയമാണ്. ഈ അമ്മയുടെ നിര്യാണത്തിൽ പ്രസ്ഥാനങ്ങൾക്കുള്ളതായ ആദരാഞ്ജലികളും അനുശോചനവും അറിയിക്കുന്നു. ദൈവത്തിനുമുൻപാകെ മുഖപ്രസന്നതയും സ്വീകാര്യതയും ഈ മാതാവിന് ദൈവതമ്പുരാൻ കരുണയോടെ നൽകണമേ എന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മനുഷ്യന്റെ ജീവിതം എത്ര താൽക്കാലികമാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു അവസരം കൂടിയാണ്. ഭവനത്തിൽ എത്തിച്ചേർന്ന ആദരാഞ്ജലികൾ അർപ്പിച്ച അനേകം ആളുകൾ കർത്താവിന്റെ നാമത്തിൽ ചെയ്തിട്ടുള്ള ഏത് പ്രവൃത്തിക്കും ചെറുതോ വലുതോ ഏതാണെങ്കിലും അതിന് തക്കതായ അനുഗ്രഹം ആ പ്രത്യാശയിൽ സന്തോഷിക്കുവാനായിട്ട് ആശ്വസിക്കുവാനായിട്ട് ദൈവം അവർക്ക് ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ ആശ്വസിപ്പിക്കട്ടെ, ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ദേഹയോഗം ഉണ്ടായി കുടുംബാംഗത്തിലെ മറ്റംഗങ്ങളെ, ഇടവകങ്ങളെ, സ്നേഹിതരെ, സുഹൃത്തുക്കളെ, ഈ അമ്മയെക്കുറിച്ചുകൂടെ ഒത്തിരി ആളുകൾ സംസാരിക്കുന്നുണ്ടായി. അതായത് ഞാൻ ഈ കുടുംബത്തിൽ വിവാഹം കഴിച്ചിട്ട് 27 വർഷമായി. ഇന്ന് വരെ മുഖം മോശിഞ്ഞൊരു വാക്ക് ഇന്നിട്ടുണ്ട്. ഈ അമ്മയുടെ രോഗാവസ്ഥയിലും ആ നിറപുഞ്ചിരി ഞാൻ ഓർക്കുകയായിരുന്നു. സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറയുന്ന വാക്ക്, ഈ അമ്മച്ച് ചിരി കണ്ടാൽ മതി. അത്രമാത്രം പുഞ്ചിരിയോടുകൂടിയാണ് ആ സമീപനം. ഒരു നിഷ്കളങ്കമായ മനസ്സിന്റെ ഉടമയായിരുന്നു. ഒരാളിനെയും ദ്രോഹിക്കാനുള്ള മനസ്സില്ല, ഒരാളിനെയും വേദനിപ്പിക്കാനുള്ള മനസ്സില്ല. എല്ലാ ആളുകളെയും സ്നേഹിക്കുന്ന, എല്ലാ ആളുകളെയും ബഹുമാനിക്കുന്ന, എല്ലാ ആളുകളെയും ആദരിക്കുന്ന നല്ലൊരു മനസ്സിന്റെ ഉടമയായിരുന്നു ഈ അമ്മ എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. കഴിഞ്ഞ ഏതാണ്ട് 15 വർഷക്കാലമായി ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ 1 മാസം ഒഴികെ ബാക്കി 14.25 വർഷവും വളരെ ഹാപ്പിയായിട്ട്, വളരെ സന്തോഷപൂർവ്വമാണ് അമ്മ ജീവിച്ചത്. കാരണം മക്കളും ബന്ധുമിത്രാദികളും അയൽവാസികളും എല്ലാം അതുപോലെ അവരെ സന്ദർശിക്കുകയും ആശ്വാസ വാക്കുകൾ പറയുകയും ഒരു രോഗാവസ്ഥ അവരുടെ മനസ്സിൽ ഉണ്ടാകാത്ത തരത്തിൽ എല്ലാ ആൾക്കാരും
അവരോട് ഇടവഴിയുണ്ടായി. കഴിഞ്ഞ ഒരു മാസക്കാലമായി വളരെ പ്രയാസത്തിലായിരുന്നു. പക്ഷെ മക്കള് നല്ല പൊന്നുപോലെ അവർ നോക്കി. ഒരിടത്തും കാണാത്ത തരത്തിൽ, ഒരു മക്കളും ചെയ്യാത്ത വിധത്തില് കൈവെള്ളയിലാണ് കൊണ്ടുവന്നത്. അത്രമാത്രം നല്ലതുപോലെ ഒരു സംരക്ഷിച്ച് ആണ് കൊണ്ടുവന്നത്. അതിലെ വളരെ സന്തോഷവും അഭിമാനം തോന്നി. ഞാൻ ഓർക്കുന്നു, ഇന്നലെ പ്രിയപ്പെട്ട ഏവിക്കുട്ടിനച്ഛന് ഈ അമ്മയെ കാണുന്നതിന് വേണ്ടി വീട്ടിൽ വരുമ്പോൾ അമ്മ മരണത്തോട് മല്ലിരിക്കുന്ന സമയത്ത് അച്ഛൻ വരും. ഈ മരണത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങളെല്ലാ മക്കളും എല്ലാ ബന്ധുക്കളും അടുത്തുണ്ടായിരുന്നു. ഞാൻ ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ദുഃഖത്തിൽ പങ്കുചേരുവാനായി ദൂരത്തു നിന്നും ചാരത്തു നിന്നും ഒക്കെ ചേർന്ന് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനം, പ്രത്യേകമായിട്ട് വേർപാട് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രയാസവും ദുഃഖവും അതിനേക്കാളേറെ വലിയ ഒരു ശൂന്യതയും ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു അവസരമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ട ലില്ലിക്കുട്ടി മാമയെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ പ്രത്യാശയോടുകൂടി ജീവിച്ചതായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട ലില്ലിക്കുട്ടി മാമ. നമ്മളൊക്കെ എല്ലാവരും ഭവനത്തിൽ ചെന്നാൽ വളരെ നിറഞ്ഞ ഒരു പുഞ്ചിരിയോടുകൂടി നമ്മളെ സ്വീകരിക്കും. അതുപോലെ തന്നെ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടോ അതൊക്കെ നമ്മളെ ഒരു ചെറിയ ഒരു ചിപ്സോ അല്ലെങ്കിൽ അതൊക്കെ കഴിപ്പിച്ചിട്ട് മാത്രമേ നമ്മളെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുള്ളൂ. മേടം 10, കാരണം മലയാള മാസം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളത് വ്യക്തമായിട്ട് തന്നെ ഓർത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ജനുവരിയോ ഫെബ്രുവരിയോ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഓർക്കില്ല. മേടം 10 എൻ്റെ ജന്മദിനം എന്ന് പറഞ്ഞു. അപ്പോൾ വളരെയേറെ സന്തോഷിക്കുകയും ഞങ്ങളെയൊക്കെ വളരെയേറെ കരുതുകയും ഒക്കെ ചെയ്തതായിട്ടുള്ള ഒരു പ്രിയപ്പെട്ട മാതാവായിരുന്നു പ്രിയ ലില്ലിക്കുട്ടി മാമ. ലില്ലിക്കുട്ടി മാമയുടെ വിയോഗത്തിൽ നമുക്കെല്ലാവർക്കും വളരെയേറെ ദുഃഖമുണ്ട്. 66 വർഷക്കാലം ഏറ്റവും ധന്യതയോടുകൂടി ഏറ്റവും അനുഗ്രഹത്തോടുകൂടി ജീവിച്ചു. ചെറിയ കൊച്ചു ആയുസ്സുകളൊക്കെ എത്രത്തോളം സ്വാധീനം നമ്മളുടെ ജീവിതത്തിൽ ചെലുത്തും എന്നുള്ളതിന്റെ ഒരു ഏറ്റവും ഉദാത്തമായിട്ടുള്ള മാതൃകയാണ് പ്രിയപ്പെട്ട ലില്ലിക്കുട്ടി മാമ. 66 വർഷക്കാലം ഏറ്റവും സന്തോഷത്തോടു കൂടി. രോഗം ഉണ്ടായിരുന്നു, പ്രയാസമുണ്ടായിരുന്നു, ജീവിതത്തിൽ പലതരമായിട്ടുള്ള അനുഭവങ്ങൾ കൂടിയൊക്കെ കടന്നുപോയപ്പോഴും പ്രിയപ്പെട്ട കുഞ്ഞുമച്ചാനും ലില്ലിക്കുട്ടി മാമയും കൂടി അതൊക്കെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അതിനെയൊക്കെ നേരിട്ടു എന്നുള്ളത് വളരെ പ്രത്യാശ നൽകുന്നതായിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അവസാന നിമിഷങ്ങൾ മാത്രമാണ് ലില്ലിക്കുട്ടി മാമ ഒരു കിടപ്പിന്റെ ഒരു അവസ്ഥയിലായിരുന്നു. എങ്കിലും പ്രിയപ്പെട്ട അമ്മാമ്മയ്ക്ക് ഇനി നമ്മളോടൊന്നും പറയാനായിട്ട് ഈ ഒരു ശുശ്രൂഷ കൊണ്ടൊക്കെ നമ്മളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തെ ക്രമീകരിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ നാളുകളെ എണ്ണുവാനായിട്ട് ഉപദേശിക്കണമേ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ നമ്മളുടെ അനുദിനമായിട്ടുള്ള ജീവിതത്തെ ക്രമീകരിക്കും. തീർച്ചയായിട്ടും ഇപ്പോൾ പല അനുശോചന പ്രസംഗികളും ഓർമ്മിപ്പിച്ചു. കാരണം ജനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കും. അതിൽ നിന്ന് ആർക്കും ഒരു മോചനവുമില്ല. കാരണം ജനിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും നമ്മൾ മരിച്ചിരിക്കും. അതെങ്ങനെയെന്നോ എപ്രകാരം എന്നോ എന്ന് മാത്രമേ നമുക്ക് അറിയാത്തതുള്ളൂ. അതാണ് ജീവിതത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട അമ്മാമ വളരെ സന്തോഷത്തോടുകൂടി കൃപയോടുകൂടി വളരെ ഗ്രേസ്ഫുള്ളായിട്ട് ജീവിച്ചു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എങ്കിലും നമ്മളെ ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ച് വളരെ വലിയതായിട്ടുള്ള ഒരു പ്രത്യാശ നമ്മളിനി വീണ്ടും കാണും. വി വിൽ മീറ്റ് അഗൈൻ എന്നുള്ളതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. നിത്യതയുടെ തുറമുഖത്ത് വെച്ച് നമ്മളിനി ഒരുമിച്ച് കാണുമെന്നുള്ളതായിട്ടുള്ള ആ വലിയ സന്തോഷം, അതിനായിട്ട് നമുക്കെല്ലാവർക്കും ഒരുങ്ങാം. പ്രിയപ്പെട്ട കുടുംബത്തിന് ദൈവം ആശ്വാസവും അനുഗ്രഹവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ കുടുംബത്തിന്റെ ദുഃഖത്തിൽ ദൈവം ആശ്വാസം പകരുകയും ചെയ്യട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. മരണമുള്ളവരായ ഞങ്ങളെ പാപമരണത്തിൽ നിന്ന് വീണ്ടെടുപ്പാൻ ജഡപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തവനുമായ കർത്താവേ, നിന്റെ മരണത്താൽ മരണത്തിന്റെ ശക്തിയെ നീ ഇല്ലാതാക്കി നിന്റെ കൃപയാൽ ആദാമിനെയും അവന്റെ സന്താനങ്ങളെയും പാപമരണത്തിൽ നിന്ന് നീ വീണ്ടെടുത്തു. നിന്റെ കബറടക്കത്താൽ പാതാളത്തിന്റെ സാക്ഷികളെ നീ തകർത്തു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനെ നീ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, അരിഷ്ടതയുള്ള ഈ ലോകത്തിൽ നിന്നും മരണം മൂലം നീ വിളിച്ചു വേർപെടുത്തിയിരിക്കുന്ന
ഈ നിന്റെ മാതാവിന്റെ ശവസംസ്കാരത്തിന്റെ ഈ സമയത്ത് നിന്റെ കരുണയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയിലെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണവറയും സന്തോഷങ്ങളുടെ ബന്ധിക്കിരിപ്പും ആനന്ദങ്ങളുടെ വാസസ്ഥലവും സൗജന്യമായി നൽകണമേ. നിന്റെ വലതുഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോട് കൂടെ ചേരുവാൻ ഞങ്ങളെയും യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും അനിവകാത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരുതുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ശവസംസ്കാര ശുശ്രൂഷ നടത്തുന്ന ഈ സമയത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. നിന്റെ കൽപ്പന പ്രകാരം നീങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ ശവസംസ്കാരത്തിന്റെ ഈ സമയത്ത് ഞങ്ങൾ കഴിക്കുന്ന ഈ ശുശ്രൂഷകരനെയോടെ കൈക്കൊള്ളണമേ. കർത്താവേ, നിന്റെ ദാസി സമാധാന പ്രമുഖത്ത് ചെന്നെത്തുകയും നിന്റെ വിശുദ്ധന്മാരുടെ വാസസ്ഥലത്തിൽ നിന്റെ കൽപ്പനകൾ പ്രാമാണിച്ചിട്ടുള്ള എല്ലാ പുണ്യവതികളോടും വിശുദ്ധവതികളോടും കൂടെ ചേരുകയും മാലാഖമാരോടുകൂടെ ഈ മാതാവ് ആനന്ദിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനും കൃപനിരിക്കുന്നതുമായ കർത്താവേ, അഴിവില്ലാത്ത പ്രകാശത്തിലും വിശുദ്ധന്മാരുടെ വാസസ്ഥലത്തും സന്തോഷപരിപൂർണമായ വെളിച്ചത്തിന്റെ കൂടാരത്തിലും വേദനകളും ദുഃഖങ്ങളും ദീർഘനിശ്വാസവും ഇല്ലാത്ത സ്ഥലത്തും ആശ്വാസത്തിന്റെ നിത്യജീവന്റെയും ഭവനത്തിലും ഈ മാതാവ് വസിക്കുകയും പുതിയ സ്തുതിയുടെയും ആത്മീയ സന്തോഷത്തിന്റെയും ശബ്ദം ഈ ദാസി കേൾക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. മനസ്സലിവുള്ള കർത്താവേ, നിന്റെ സന്നിധിയിൽ പാപമോചനവും നിന്റെ അടുക്കലേറിയ വീണ്ടെടുപ്പുമുള്ളതിനാൽ അവിടെയുള്ള ആനന്ദപരിപൂർണമായ സ്വർഗീയ മണവറയ്ക്ക് ഞങ്ങൾ അർഹതയുള്ളവരായി തീരുകയും നിന്റെ പരിശുദ്ധ കൂട്ടത്തിൽ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കയറ്റുകയും ചെയ്യുമാറാകണമേ. ഹോഷോ വിശ്വസിച്ചിടുവിൻ പാപികളെ രക്ഷിതാവിൽ ആശ്വാസം താനം നൊഴികെ പരനില്ലെങ്ങൂമേ. ഊറ്റവരെയും ഉണർവറ്റവരെയും മറ്റുള്ളവരെയും ഓറ്റിക്കൊള്ളും താൻ ഓടിയാവൻ. ഉന്നതത്തിൽ മേലുള്ളവർക്കും അഗാധത്തിൽ താഴെയുള്ളവർക്കും കബറുകളിൽ മരിച്ചവർക്കും വെടിവരുള്ള ഇമ്പമുള്ള ധൂപവും സൗഭ്യവും സൗരഭ്യമായിരിക്കുന്ന കർത്താവേ, നിന്നിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന നിന്റെ അടിയരായ ഞങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള പരിജ്ഞാനവും പാപപരിഹാരം കൊണ്ടുള്ള ആനന്ദവും നൽകുമാറാകണമേ. നിന്റെ ശ്രേഷ്ഠത്വം ഉദിക്കുകയും നിന്റെ ദൈവത്വം വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദിവസത്തിൽ നിന്റെ വലത്ത് ഭാഗത്തെ മക്കളായ കുഞ്ഞാളോടുകൂടെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇവിടെ കുറിച്ച് ദുഃഖിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായ അവരുടെ കുടുംബക്കാരെയും ചാർച്ചക്കാരെയും നിന്റെ സമാധാനത്താൽ സമാധാനപ്പെടുത്തണമേ. കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യ ഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായ നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹത്തരമായ ഭാഗ്യങ്ങൾക്ക് ഇവളും അവകാശിയാകും എന്നുള്ള പ്രത്യാശയിന്മേൽ ഞങ്ങൾ ആശ്വസിക്കുമാറാകണമേ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്നകത്ത് പ്രവേശിച്ച് ലോകാരംഭത്തിന് മുമ്പേ നിങ്ങൾക്കായിരിക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അവകാശമായി അനുഭവിച്ചുകൊള്ളുകയും എന്നുള്ള സന്തോഷത്വം കേൾപ്പാൻ ഞങ്ങളെല്ലാവരും യോഗ്യരാക്കി തീരുമാറാകണമേ. ഞങ്ങളില്ലാതിരുന്നപ്പോൾ നീ ഞങ്ങളെ സൃഷ്ടിച്ചു നാഥാ. ഞങ്ങളുണ്ടായിരിക്കുന്നപ്പോൾ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. ജീവിതത്തിൽ ഓരോരുത്തൻ
ചെയ്തിട്ടുള്ള പ്രവർത്തിക്കൂ തക്കവണ്ണം എല്ലാവരും പ്രതിഫലം നൽകും നാഥൻ. കർത്താവേ, നീ ആ നേരത്തിൽ ഞങ്ങളുടെ കുറ്റങ്ങളെ ഏതുമേ നീ ഓർത്തിടാതെ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. താതനാകും ദൈവത്തിനു മഹത്വവും തൻ സുതനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും എന്നേക്കും. ആമേൻ ആമേൻ. 1 തെസ്സലോനിക്കർ 4:13-18 വരെ. എന്നാൽ എന്റെ സഹോദരന്മാരെ, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ള മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം യേശുവിൽ നിദ്ര കൊണ്ടവരെ അങ്ങനെ തന്നെ അവനോടുകൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിന്റെ വരവിൽ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടിട്ടുള്ളവരെ മുൻപിടുകയില്ല എന്നുള്ള ഇതിനെ കർത്താവിന്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് തന്റെ കൽപ്പനയോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുന്നു. മശിഹായിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോടെ ശേഷിക്കുന്ന ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ അവരോടുകൂടി ഒരുമിച്ച് മേഘങ്ങൾ എടുത്തുകൊള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടി ഇരിക്കും. ആകയാൽ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാറക്മോർ. നാം അടക്കത്തോടും ഭയത്തോടും അടക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളെ അറിയിക്കണേ, കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. പ്രസംഗിക്കുന്ന യോഹന്നാൻ ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ. വിശുദ്ധ കന്യാമറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കും യേശുമിശിഹായുടെ നടപടിയുടെ കാലങ്ങൾ ഇപ്രകാരം സംഭവിച്ചു. യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെതിരെ ചെന്നു. മറിയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുമോ എന്ന് പറഞ്ഞു. അവൾ അവനോട്, ഓ കർത്താവേ, ലോകത്തിൽ വരുവാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ഭംഗിയോടെ നിന്ന് സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കുറിയലായിസോൻ എന്ന് പ്രതിവാക്യമായി ചൊല്ലണം. മരണത്തിന്റെയും വേർപാടിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവജടത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ളവനുമായ മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവൻകലേക്ക് കടന്നിരിക്കുന്നുവെന്ന് അരുളി ചെയ്തവനായ ഞങ്ങളുടെ മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ പരിശുദ്ധന്മാരോടും കൂടെ ഞങ്ങൾ ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായെ സ്തുതിപ്പാൻ തക്കവണ്ണം
സന്തോഷം വരുന്ന നിന്റെ ഉയർത്തലിന്റെ പ്രകാശമുള്ള കതിരുകളെ കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന് ചൊല്ലണം. നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഉണരുമ്പോൾ സ്നേഹമുള്ള നിങ്ങളോട് കുറിച്ച് ചെയ്തവനായ ദൈവമേ, ഒടുവിലത്തെ ദിവസത്തിൽ നിത്യജീവനായ എഴുന്നേൽപ്പുള്ള പ്രത്യാശയോടെ ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. യൗവനക്കാരന്റെ സാമർത്ഥ്യത്തിൽ ചാഞ്ചാടുന്നത് എന്തിന്? ദൈവിക സംഗീതക്കാരനായ ദാവീദേ, നിന്റെ കിണറിനോട് കൊണ്ട് നീ വന്ന് ഞങ്ങൾ ഭാഗ്യവാന്കളെ പറയുന്നു, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ സ്നേഹം നിന്റെ സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുവന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമീൻ. നമ്മുടെ വിശ്വാസം നമുക്ക് ചെല്ലാം. ഞാൻ മുതാ ഊഴിയായ ദേഹവും മായയാർന്ന ലോകവും വേർപിരിഞ്ഞു പോയിടും നിത്യമന്ദിരത്തിൽ ഞാൻ. ആത്മീയമായ ശുശ്രൂഷ ഞങ്ങളോടുകൂടെ ഒരുങ്ങും സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധവുമായ ദൈവം ബലഹീനതയും കുറവുള്ള നമ്മുടെ പ്രാർത്ഥനകൾ പുകഴ്ത്തുവാൻ ദൈവദൂതരൊത്തു നിത്യ ത്രിത്വഗീതി പാടുവാൻ. ധന്യമായി ജീവിതം പോൽ കാമ്യമായതൊന്നുമേ ഇല്ല മണ്ണിലെന്നു നിങ്ങൾ എന്നുമേ സ്മരിക്കണേ. ശക്തിയോ പ്രതാപമോ വിദ്യയോ